അവനവനെ പ്രയോറിറ്റൈസ് ചെയ്യാൻ എല്ലാ പേരും പറയാറുണ്ട്. പക്ഷെ എങ്ങനെയായി പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്? 4 കാര്യങ്ങളാണ് അവനവനെ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ആ ഒരു ജേർണിയിൽ അറിഞ്ഞിരിക്കേണ്ടത്. ആദ്യത്തേത്, നമ്മുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യത്തിന് വ്യക്തമായ പ്രാധാന്യം നൽകുക എന്നുള്ളത് തന്നെയാണ്. രാവിലെ എഴുന്നേറ്റ് കുറച്ചൊന്ന് നടക്കുക, മൈൻഡ്ഫുൾ ആയിട്ടുള്ള ബ്രീത്തിങ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആവശ്യമാണ്. രണ്ടാമത്തേത്, ഷെഡ്യൂൾ മീ ടൈം എന്ന് പറയും. നമുക്ക് കുറച്ച് റെസ്റ്റ് വേണം, അതുപോലെ തന്നെ സെൽഫ് കെയർ വേണം. ഇതൊന്നും ഒരു ആഡംബരത്തിന്റെ ഭാഗമല്ല, നേരെ മറിച്ച് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. മൂന്നാമത്തേത്, മൈൻഡ്ഫുൾ ചെക്കിൻസ് നമുക്ക് വളരെ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഹൂ ആം ഐ എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയണം, അല്ലേ? ഞാൻ എന്താ ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്, എനിക്ക് എന്താ ഇപ്പോൾ വേണ്ടത് തുടങ്ങിയതിനെ കുറിച്ചെല്ലാം വ്യക്തമായ രീതിയിൽ നമുക്കൊരു ബോധം ഉണ്ടാകണം. അടുത്ത കാര്യം എന്ന് പറയുന്നത് ക്ലാരിഫൈ ഹൂ യു ആർ എന്നുള്ളതാണ്. അതായത് നമ്മുടെ വാല്യൂസ് ഉണ്ടായിരിക്കുമല്ലോ, ഇതിന് അലൈൻഡ് ആയിരിക്കണം നമ്മുടെ ആക്ഷൻസ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഒന്ന് അതോറിറ്റി ഉള്ള വ്യക്തിയായിട്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടി ആധികാരികതയുള്ള വ്യക്തിയായിട്ട്, നമ്മുടെ പേഴ്സണാലിറ്റിയിൽ തന്നെ ഒരു യൂണീക്നെസ് ഉള്ളത് പോലെയും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പം ഇങ്ങനെ 4 കാര്യങ്ങൾ ഉറപ്പിക്കാമെങ്കിൽ സെൽഫ് പ്രയോറിറ്റൈസേഷൻ എന്ന് പറയുന്ന ജേർണി ഉണ്ടല്ലോ, വളരെ മികച്ചതായി മാറും കേട്ടോ. യു ഡിസേർവ് എ പോസിറ്റീവ് ലൈഫ്. ലെറ്റ്സ് ട്രാൻസ്പെയർ ടു ഇൻസ്പയർ.